हेलो बच्चों, नमस्कार। आप सभी का फिर से स्वागत है मेरे यूट्यूब चैनल ई फॉर एजुकेशन में। आज जो हम पढ़ने जा रहे हैं उस पाठ भाग का नाम है बारिश के बाद। ये हमारे बचपन की यादों से जुड़े हुए हैं। हमें पता है हमारा बचपन कितना सुनहरा होता है। हम सोचते हैं कि अभी हमारा बचपन हमें वापस मिले तो कितना अच्छा होगा। तो बिना वक्त गवाए हम छोटी सी वीडियो की ओर जाते हैं। हाय കുട്ടികളെ നമസ്കാരം. നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലായ ഈ ഫോർ എഡ്യൂക്കേഷനിലേക്ക്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠഭാഗത്തിൻ്റെ പേരാണ് ബാരിഷ് കെ ബാദ്. ഇത് നമ്മളുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളായി ബന്ധപ്പെട്ട ഒരു പാഠഭാഗമാണ്. നമ്മൾക്കറിയാം നമ്മളുടെ കുട്ടിക്കാലം എത്ര മനോഹരമാണ്, നമ്മളുടെ ഓരോ ഓർമ്മകളും എത്ര മനോഹരമാണ്. അപ്പം ഇനി ഒട്ടും തന്നെ സമയം കളയാതെ നമ്മൾക്ക് ഒരു ചെറിയ വീഡിയോയിലേക്ക് പോവാം. वो लोरी रातों में, वो नरमी हाथों में, वो चाहत आँखों में, वो चिंता बातों में, बिगड़ना ऊपर से, मोहब्बत अंदर से। दिन बचपन के खेल वो आंगन के, वो साया आंचल का, वो टीका काजल का। वो लोरी रातों में, वो नरमी हाथों में, वो चाहत आँखों में, वो चिंता बातों में, बिगड़ना ऊपर से, मोहब्बत अंदर से। तो बच्चों, आपने वीडियो देखा, वीडियो कैसा लगा? आपने वीडियो में क्या देखा? हाँ, सही है, हमारे बचपन की यादों की एक झलक देखा है ना. അപ്പോൾ കുട്ടികളെ, നിങ്ങൾ വീഡിയോ കണ്ടുവോ? വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവോ? വീഡിയോയിൽ നിങ്ങൾ എന്താണ് കണ്ട്? ശരിയാണ്, നമ്മളുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ക്ലിപ്പിങ്സാണ് നമ്മൾ കണ്ടത് അല്ലേ? അപ്പോൾ ശരി. അപ്പോൾ ഇതേപോലത്തെ ഒരു പാഠം നമ്മളുടെ പാഠപുസ്തകത്തിലുണ്ട്. പാഠത്തിൻ്റെ പേരാണ് ബാരിഷ് കെ ബാദ്. അപ്പോൾ നമ്മൾക്കിനി പാഠഭാഗം നോക്കാം. ഇത് എഴുതിയത് കനക് ശശി എന്ന് പറഞ്ഞ എഴുത്തുകാരനാണ്. അപ്പോൾ നമ്മൾക്കിനി പാഠം നോക്കാം. तो अब हम पाठ भाग देखेंगे. बारिश के बाद सभी कुछ धुला धुला नया नया सा लगने लगा था. അപ്പോൾ എന്താണ് പറയുന്നത്? ബാരിഷ് കെ ബാദ്. ബാരിഷ് കെ ബാദ് എന്ന് പറഞ്ഞാൽ മഴയ്ക്കു ശേഷം, സബി കുച്ച് എല്ലാം, ദുല ദുല കരുകിയ പോലെ, നയ നയ പുത്തം പോലെ, ലഗ്നെ ലഗാഥ ജരെ അമൽതാസ് കെ ഫൂൽ. അപ്പോൾ ജരെ എന്ന് പറഞ്ഞാൽ കൊഴിഞ്ഞ്, അമൽതാസ്, അമൽതാസ് എന്ന് പറഞ്ഞാൽ കണിക്കൊന്ന, കെ ഫൂൽ പൂക്കൾ, ഗീലി മിട്ടി കെ കാരൻ, ഗീലി മിട്ടി, ഗീലി എന്ന് പറഞ്ഞാൽ നനഞ്ഞ, മിട്ടി എന്ന് പറഞ്ഞാൽ മണ്ണ് കാരണം, और अधिक पीले लग रहे थे, കൂടുതൽ മങ്ങിയായിട്ട്, പീലേ, പീലേ എന്ന് പറഞ്ഞാൽ മങ്ങിയായി കാണപ്പെട്ടു. ഘാസ് കി നോക്കോം പർ ടെഹരി പാനി. ഇപ്പോൾ ഘാസ്, ഘാസ് എന്ന് പറഞ്ഞാൽ പുല്ല്, കി നോക്കോം പർ, നോക്കോ എന്ന് പറഞ്ഞാൽ തുമ്പിൽ, ടെഹരി, ടെഹരി എന്ന് പറഞ്ഞാൽ അവിടെ തങ്ങി നിന്ന്, പാനി കി ബൂന്തേ, വെള്ളത്തിൻ്റെ തുള്ളികൾ, ബൂന്തേ എന്ന് പറഞ്ഞാൽ തുള്ളികൾ, കബി ബി ഫിസലിനെ കോത്തി, എപ്പോൾ വേണേച്ചാൽ വേദന രീതിയിലായിരുന്നു നിന്നിരുന്നത്. ബാരിഷ് കാ അഗല ദൗർ शुरू होने से पहले चिड़ियों के अपने ज़रूरी काम निपटाने की भागम भाग और चिल्पो मचा रखी थी. ഇപ്പം എന്താണ് പറയുന്നത്? മഴയുടെ അടുത്ത ദോർ, ദോർ എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത എന്താണ് പറയുക, വട്ടം പെയ്യാൻ തുടങ്ങുമ്പോഴേക്കും ചിടിയോനെ, പക്ഷികൾ, അപ്നി ജറൂരി കാം, അവരുടെ ആവശ്യമായ കാര്യങ്ങൾ, നിപ്ടാന, നിപ്ടാന എന്ന് പറഞ്ഞാൽ തീർക്കുക, കി ഭാഗം ഭാഗ്, ഭാഗം ഭാഗ് എന്ന് പറഞ്ഞാൽ നെട്ടോട്ടം, ഓർ ചിൽപ്പോ മച്ചാറക്കി, ചിൽപ്പോ എന്ന് പറഞ്ഞാൽ ബഹളം, ബഹളമുണ്ട്. ഹവാമെ അട്ക്കി പാനി കി കുച്ച് ബൂണ്ടേ ഗുട്ട്ലി കെ ചേരെ പർ ടക്കറാ രഹി തി. അപ്പോൾ എന്താണ്? ഹവാമെ അട്ക്കി, വായുവിൽ കുടുങ്ങിയ വെള്ളത്തിൻ്റെ ചില തുള്ളികൾ, ഗുട്ട്ലി കെ ചേരേസെ ടക്കറാ രഹി തി. ഗുട്ട്ലി എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ചെഹറ, ചെഹറ എന്ന് പറഞ്ഞാൽ മുഖത്ത്, ടക്രാ റഹീറ്റി, ഇങ്ങനെ അതിലൂടെ പെയ്തുടങ്ങി എന്നാണ് പറയുന്നത്. ഗുട്ട്ലി അപ്നെ ദോസ്ത്
ഗുഡ്ഡു ഒക്കെ സാത്ത് കുറിച്ച് ജരൂറി കാമ എന്താണ് ഗുഡ്ലീൻ്റെ കൂട്ടുകാരനായ ഗുഡ്ഡുവിൻ്റെ ഒപ്പം എന്തോ ഒരു തിരക്ക് പിടിച്ച ജോലി കാം എന്ന് പറഞ്ഞ ജോലി ചെയ്യുകയായിരുന്നു. വോ ദോനോ ഏക് ബർസാത്തി നാലേമേ ഖടേ थे. അവർ രണ്ടുപേരും ഒരു തോടിൻ്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. പാനി ഉൻകെ ഗുട്നെ ഛൂ റഹാ ഥ. വെള്ളം വാങ്ങിച്ച അവരുടെ കാൽമുട്ട് ഛൂ റഹാ ഥ. ഛൂറ എന്ന് പറഞ്ഞാൽ തൊടുകയായിരുന്നു. ദോനോ പത്തേക്ക് നാവ് തരാനിക്ക് കോശിഷ് കറി. രണ്ടുപേരും എന്താ ശ്രമിച്ചാർന്ന്, എന്താണ് തിരക്കിട്ട് ചെയ്തായിരുന്നു? ദോനോ പത്തേക്ക് നാവ് ഇലയം കൊണ്ടുണ്ടാക്കിയ തോണി അല്ലെങ്കിൽ വള്ളം തേരാനേക്ക് കോശിഷ് അതിനെ തുറയാനുള്ള ശ്രമത്തിലായിരുന്നു. നാവമേക്കു സവാരിയ ബി ജബർദസ്തി ബിട്ടായി. നീ തോണിയിലാണ് ചില കുച്ച് സവാരിയ ചില യാത്രക്കാരെ ജബർദസ്തി എന്ന് പറഞ്ഞാൽ നമ്മൾ നിർബന്ധ ബുദ്ധിയാൽ ബിഠായി ഗയി ഥി അല്ലേ ഇരുത്തിയായിരുന്നു. ഏക് ചീൻട്ട എന്തൊക്കെയായിരുന്നു ആ തോണിയിലെ? ഏക് ചീൻട്ട ഒരു ഇരുമ്പ്. കോസം കെ പേട് പേ രഹനെ വാല ഏക് ലാൽ കാല കീട എന്നാണ് കോസം മരത്തുമ്പിൽ താമസിക്കുന്ന ഒരു ചുവപ്പും കറുപ്പും നിറമില്ല പുഴു. കീടാന്ന് പറഞ്ഞാൽ പുഴു. ഓർ ഏക് കേഞ്ചുവ ഒരു മണ്ണീര. കേഞ്ചുവ എന്ന് പറഞ്ഞാൽ മണ്ണീര. 3 സവാരിയ ബാറ്റ് ചുക്കി ഥി. 3 യാത്രക്കാർ ഇരുന്നായിരുന്നു. സവാരിയ യാത്രക്കാർ ഇരുന്നായിരുന്നു. ബാറ്റ് ചുക്കി ഠി എന്ന് പറഞ്ഞാൽ ഇരുന്നായിരുന്നു. തബി ഗുഡ്ഡുക്ക് ഏക് ചോട്ടാ മേണ്ടക് ദിഖ. അപ്പോൾ ഗുഡ്ഡുവിന് ഒരു ചെറിയ തവലേനെയും കൂടി കണ്ടു. ചോട്ടാ മേണ്ടക് ദിഖ ഒരു ചെറിയ തവലേനെയും കൂടി കണ്ടു. ഉസ്നെ തൈ കർ ലിയ കി ഇസേ ബി നാവ് പർ ചടാന ഹെ. അവൻ തീരുമാനിച്ചു. എന്താ തീരുമാനിച്ച്? ഇതിനെയും തോണിയിൽ കേട്ടെന്ന് അവൻ തീരുമാനിച്ചു. പർ മേണ്ടക്കോ പകർന്ന ആസാനിത്. പക്ഷേ തവളയെ പിടിക്കാന്ന് പറയുന്നത് പക്കടന്ന പറഞ്ഞാൽ പിടിക്കുക. ആസാൻ നഹീത്ത എളുപ്പമല്ല. ആസാൻ നഹീത്ത എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. മേണ്ടക് ബാർ ഉछल ജാത്ത. തവളയെ പിടിക്കാൻ അങ്ങനെ ഗുഡ്ഡു പിന്നാലെ പോകുമ്പോൾ തവള എന്താണ് ഓരോ തവണയും ഉछल ജാത്ത അങ്ങനെ ചാടി പോയി. ഗുഡ്ഡു കൊ യൂं ഫുദക്തെ ദേഖ് ഗുട്ട്ലി ഹസേ ജാ രഹി ഥി. ഗുഡ്ഡുവിനെ ഇങ്ങനെ തവളയുടെ പിന്നാലെ ചാടി നടക്കുന്നത് കണ്ട് ഗുട്ട്ലിക്ക് ചിരി അടക്കാൻ പറ്റിയായിരുന്നില്ല. ഹസേ ജാ രഹി ഥി. അവൾക്ക് ചിരി അടക്കാൻ പറ്റില്ല. ജൈസെ തൈസെ മേണ്ടക് ഗുഡ്ഡു കി ഹത്യോലിയോമേ ആഹി ഗയ. അങ്ങനെ ഇങ്ങനെയും കുറേ നേരം ശ്രമിച്ചതിൻ്റെ ശേഷം ഗുഡ്ഡുവിൻ്റെ കയ്യിലെന്ത് പറ്റി? ഹത്തേലിയോമേ കൈപ്പിടിയിൽ തവളയെ കിട്ടി. ആഹി ഗയ എന്ന് പറഞ്ഞാൽ കയ്യിൽ കിട്ടി. ഗുഡ്ഡുനെ ഗുട്ട്ലി സേ കഹ. ഗുഡ്ഡു ഗുട്ട്ലിനോട് പറഞ്ഞു, ദേഖ് മേ ജൈസെ ഹി ഇസെ നവ മേ രഖോ. നോക്കൂ ആണ് എങ്ങനെയാണ് ഈ തവലേനെ തോണിയിൽ എടുത്തിട്ടുണ്ട്. നവ മേ രഖോ. ഈ തവലേനെ തോണിയിലേക്ക് എടുത്തുമ്പോൾ തൂ നാവ് ചോട് ദേന. ഈ തോണി തുഴയണം. നാവ് ചോട് ദേന എന്ന് പറഞ്ഞാൽ തോണി ഈ ഇങ്ങനെ ഉന്തി വിടുന്നതെന്നാണ് പറയുന്നത്. ഗുട്ട്ലിനെ ഹസ്തേവേ ഹാമി സെ സരെ. ഗുട്ട്ലി പുഞ്ചിരിച്ചും കൊണ്ട് ഹസ്തേവേ ഹാമി മെ സിർ ഹിലായ. ശരി എന്ന് പറഞ്ഞ് തലയാട്ടി. ഗുഡ്ഡുവിനെ ഗിന. ഗുഡ് എന്നാ തുടങ്ങി. 1 2 3 1 2 3 और मेंढक को नाव में बिठा दिया. तवले തോണിയിൽ കേട്ടി. ഗുട്ട്ലിനെ നാവ് छोड़ दिया. ഗുട്ട്ലി തോണി ഉന്തി വിട്ടു. നാവ് പാനി മേ സാത്ത് തേജി സെ ബഹ രഹി ഥി. തോണി വെള്ളത്തിൽ വേഗതയോടെ ഒഴുകിയും കൊണ്ടിരിക്കുകയായിരുന്നു. ഗുഡ്ഡു ഓർ ഗുട്ട്ലി ദോനോ ബഹുത് ഖുശ് थे. ഗുഡ്ഡുവും ഗുട്ട്ലിക്കും വളരെയധികം സന്തോഷമായി. പർ തോടി ദൂർ ജാത്തേ ഹി. പക്ഷെ കുറച്ച് ദൂരം ഇവരെ തോണി എത്തിപ്പിടിക്കുന്നുണ്ടായി. ഏക് സവാറിനെ പാനിമേ ചലാൻ. ഒരു സവാരി അതിൽ ഒരു യാത്രക്കാരൻ തന്നെ വെള്ളത്തിലേക്ക് ചാടി. ഉസ്കി ചലാങ് സേ. അവൻ്റെ ചാട്ടം കാരണം എന്താണ്? നവ് ഹിച്ച്കൊല ഖാത്തേ കാറ്റ്. അടിച്ച ഹിച്ച്കൊല ഖാത്തേ കാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? തിരിഞ്ഞു മറിഞ്ഞു എന്തായി? പലട്ട് ഗൈ. വെള്ളത്തിലേക്ക് മറിഞ്ഞു. ഗുഡ്ഡു ഓർ ഗുട്ട്ലി സാസ് തമേ അപ്നി നാവ് കോ ദേഖേ. ഗുഡ്ഡുവും ഗുഡ്ലിയും ശ്വാസം പിടിച്ചും കൊണ്ട് അവരുടെ തോണിയെ നോക്കുകയായിരുന്നു. പത്താ നഹി സവാറോ കാ ക്യാ ഹോഗ. യാത്രക്കാർക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? തബി ചീൻട്ടി പാനിമേ തയ്യാർ ഏക് ടഹനി കി തരഫ് ജാത്താ ദിഖ. അപ്പോൾ ഇരുമ്പെന്ത് ചെയ്തു? വെള്ളത്തിൽ നീന്തിയും കൊണ്ട് തയ്യാർക്കാർ നീന്തിയും കൊണ്ട് ടഹനി കി തരഫ് ഒരു മരച്ചിലേക്ക് പോകുന്നത് കണ്ടു. കേഞ്ചുവ മണ്ണിരിയ പാനിക്ക് അന്തർ കहीं ചലാ ഗയ. മണ്ണിൻ്റെ ഉള്ളിലേക്ക് എവിടെയോ പോയി. ബസ് കോസം കെ പേടിക്ക് ലാൽ കാലെ കീടെ.
ആ കോസമൻ്റെ മരത്തിൽ താമസിക്കുന്ന എന്താണ് ആ ചുവപ്പും കറുപ്പുമില്ല പുരു കാ കോയി പത്താനി അതിനെ കുറിച്ചിട്ട് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. ഗുഡ്ഡു ഓർ ഗുഡ്ലി ഉൾട്ടി പാത്തി നാവയ്ക്ക് പീച്ച് ഗുഡ്ഡും ഗുഡ്ലി എന്താണ് ആ മറിഞ്ഞൊഴുകുന്ന തോണിക്ക് പിന്നാലെ ഓടി. ഓർ തബി നാവയ്ക്ക് നീച്ചെ കീടാക്ക കാലാമൂത് അപ്പം അവർക്ക് തോണിയുടെ താരെ നീച്ചനാണ് താരെ കീടേക്ക ആ പുരുവിൻ്റെ മുഖം കണ്ടു. ഗുഡ്ലിനെ അഹിസ്ത സെ ഉസെ ഉഠായ ഓർ കോസം കെ പേड़ की पत्तियों पर छोड़ दिया. അപ്പം എന്ത് ചെയ്തു? ഗുഡ്ലി പതുക്കെ വളരെ ശ്രദ്ധയോടെ ആ പുരുവിനെ എടുത്തിട്ട് കോസമിൻ്റെ മരത്തിൻ്റെ ഇലയമ്പിലേക്ക് വിട്ടു. ഗുഡ്ലി അഭി കീടേക്കോ ജാത്തെ വേ ദേഖി രഹി തി. ഗുഡ്ലി ആ പുരുവിനെ ഇങ്ങനെ പോണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. കി ഗുഡ്ഡുവിനെ ആവാസ് ദി. അപ്പം ഗുഡ്ഡു അവളെ വിളിച്ചു. ദേഖ് ഗുഡ്ലി ഗോകുൽ ഗയ്യ. അപ്പോൾ വേറൊരു പുരുവിനെ കാണിക്കുക. ഗോകുൽ ഗയ്യ കിത്നി സുന്ദർ, എത്ര സുന്ദരമാണ് ഇതിനെ കാണാൻ, എത്ര ഭംഗിയുള്ളതാണ് ഇതിനെ. മക്കമലി നല്ല സോഫ്റ്റായ ലാൽ റങ് കാ കീട ഹോത്ത ചുവപ്പ് നിറമുള്ള ഒരു പുരുവാണ് ഈ ഗോകുൽ ഗായ്. ഈ ഗോകുൽ ഗായ് എന്ന് പറയുന്നത് ബാരിഷ് കെ അലാവ മഴക്കാലം അല്ലാതെ ഓർ കിസി മോസം ദിക്തി നഹി വേറെ ഒരു കാലത്തും ഇതിനെ കാണാൻ പറ്റില്ല. ഗുഡ്ലി ഓർ ഗുഡ്ഡു ഗോകുൽ ഗായ്ക്കോ ഏക് മാച്ചിസ് കി ഡിബ്ബി മേ കട്ടാ കറക്കെ അവർ എന്ത് ചെയ്തു? ആ പുതിയ പുരുവിനെ അടച്ച ഗോകുൽ ഗായ് എന്ന് പറയുന്ന പുരുവിനെ ഒരു തീപ്പെട്ടി കൂട്ടിലടിച്ച് സ്കൂളിൽ മേ ദോസ്തോ കോ ദിഖാത്തെ ഥേ സ്കൂളിലെ കൂട്ടുകാർക്ക് കാണിച്ചു കൊടുത്തു. ये सब सोचते हुए गुटली झट से भागी. ഇതെല്ലാം വിചാരിച്ചും കൊണ്ട് ഗുട്ട്ലി എന്ത് ചെയ്തു? പെട്ടെന്ന് ഓടി. झट से भागी പെട്ടെന്ന് ഓടി. ഗുഡ്ഡു ചാന്ദിനി തലേ ഖടാ ഥാ. ഗുഡ്ഡു നിലാവിൻ്റെ കീരെ നിൽക്കുക. ഗുട്ട്ലി ചാന്ദിനി के तले जाकर ഗോകുൽ ഗായ് को ढूंढने लगी. നിലാവത്ത് പോയി ഗോകുൽ ഗായ് എന്ന് പറഞ്ഞ ആ പുരുവിനെ തറയാൻ തുടങ്ങി. തബി ഗുഡ്ഡുവിനെ ചാന്ദിനി के पेड़ को जोर से हिला दिया. അപ്പം എന്ത് ചെയ്തു? ഗുഡ്ഡു എന്ത് ചെയ്തു? പെട്ടെന്ന് ആ മരത്തെ കുലുക്കി. पेड़ के पत्तियों और फूल पर ठहरा हुआ सारा पानी गुटली के ऊपर गिर गया. അപ്പം എന്താണ്? ആ മരത്തുമ്പിലെ ഇലകളിലും അതേപോലെ തന്നെ പൂക്കളിലും തങ്ങി നിൽക്കുന്ന വെള്ളം ഗുട്ട്ലിയുടെ മേത്തേക്ക് വീണു. തർബദർ ഹോ ഗയ. അവൾ ആകെ നലിഞ്ഞു. തർബദർ എന്ന് പറഞ്ഞാൽ ആകെ നനിയ. ഗുഡ്ഡു ഭാഗ്താജാ. ഗുഡ്ഡു ഈ വികൃതിയെല്ലാം ഒപ്പിച്ച് എന്ത് ചെയ്യായിരുന്നു? ഓടി പോവുകയായിരുന്നു. ഓർ ഹസ്താജാരഥ ചിരിക്കുകയായിരുന്നു. ഗുട്ട്ലിയെ കളിയാക്കി ചിരിക്കുക. ഗുട്ട്ലി ജോർ സെ ചില്ലാക്കർ ഉസ്കെ പീച്ചെ. ഗുട്ട്ലിയും ചെന്ത് ചെയ്തായിരുന്നു? ഉറക്കെ അന്നെ എപ്പോൾ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് ഗുഡ്ഡുവിൻ്റെ പിന്നാലെ ഓടാൻ തുടങ്ങി. ഇസി ബാഗ് ദോടമേ ഈ നെട്ടോട്ടത്തിൽ എന്ത് ചെയ്തു? ഗുഡ്ഡു ഫിസല ഗുഡ്ഡുവിൻ്റെ കാല് വൈകി. ഓർ ജാക്കർ കീച്ചടമേ ധം സേ ഗിര. അവൻ പോയിട്ട് ചളിക്കുണ്ടിൽ വീണു. കീച്ചടമേ ധം സേ ഗിര. കീച്ചടമേ ധം സേ ഗിര എന്ന് പറഞ്ഞാൽ എന്താണ്? ചളിക്കുണ്ടിൽ. अब कीचड़ में सरोवर गुड्डू में हंस रहा था और गुटली भी. ഇപ്പം എന്താണ്? ഈ ചളിയിൽ മുങ്ങിയ സരോവർ ഗുഡ്ഡു മുങ്ങിയ അല്ലെങ്കിൽ കുളിച്ച ഗുഡ്ഡു ഇപ്പം എന്താണ്? ഗുട്ട്ലി അവനെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ പാഠഭാഗം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതേപോലെ വല്ല രസകരമായ കൂട്ടുകാരും നല്ല ഓർമ്മകളും നിങ്ങൾക്കും ഉണ്ടാവും. അപ്പോൾ ഈ പാഠഭാഗം നല്ലപോലെ മനസ്സിലാക്കി നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഇനി വീണ്ടും പുതിയൊരു പാഠഭാഗമായി കണ്ടുമുട്ടുവരേക്കും നന്ദി, നമസ്കാരം.